ട്രംപ് അഡ്മിനിസ്ട്രേഷൻ മൊത്തത്തിൽ ഈ ഏർപ്പാട് നിർത്തി പോകാം, പരിപാടി എങ്ങനെ പാക്കപ്പ് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ വർഷം ഈ ഒക്ടോബർ 7 ശേഷം ഉണ്ടായുള്ള യുദ്ധത്തിൽ ഹിസ്ബുള്ളയെ സമ്പൂർണ്ണമായിട്ട് നിലംപരിശാക്കിയെന്ന് ആണ് ഇസ്രായേൽ അവകാശപ്പെട്ടത്. പക്ഷേ അവരുമായിട്ടാണ് ഈ വർഷം വീണ്ടും യുദ്ധം ചെയ്തത്. അവരുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ന്യൂയോർക്കിൽ സീസ് ഫയർ ടോക്ക് നടക്കുന്നു, സീസ് ഫയറിലെത്തുന്നു. സോ ഫാർ സോ ഗുഡ്. അത്രയും ഇതിൽ എഗൈൻ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ലെബനൻ എന്ന് പറയുന്ന രാജ്യവും ഇസ്രായേലും തമ്മിൽ ഔദ്യോഗിക നയതന്ത്ര ബന്ധമില്ല. ഇസ്രായേലിൻ്റെ അതിർത്തി രാജ്യങ്ങളിൽ ഇസ്രായേലിന് ഔദ്യോഗിക നയതന്ത്ര ബന്ധമില്ലാത്ത രണ്ട് രാജ്യങ്ങളാണ് സിറിയയും ലെബനനും. അപ്പോൾ അങ്ങനെ ഔദ്യോഗിക നയതന്ത്ര ബന്ധമില്ലാത്ത ഒരു രാജ്യവുമായിട്ട് അവർ ഒഫീഷ്യൽ ടോക്ക് എത്തുകയും അതൊരു സീസ് ഫയറിലെത്തുകയും ചെയ്യുമെന്ന് പറയുന്നത് വേറെ നിലയ്ക്ക് ലെബനനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സിഗ്നേച്ചർ, അവരുടെ ഒരു ഐഡൻറ്റിറ്റി അംഗീകരിക്കപ്പെട്ട ഒരു സന്ദർഭം കൂടെയാണ്. അതർവൈസ് നോക്കൂ, ലെബനൻ എന്ന് പറയുന്ന ഞാൻ ഇന്നലെ പറഞ്ഞു, ഇസ്രായേലിനെ മൂക്കിൽ വലിച്ചു കയറ്റാൻ മാത്രമുള്ള ഒരു ദുർബലമായ പരവശയായ ഒരു രാജ്യമാണ്. അതിൻ്റെ എക്കണോമി വളരെ ദുർബലമാണ്, അതിൻ്റെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ വളരെ ദുർബലമാണ്. എല്ലാ നിലക്കും ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ യുദ്ധം, അതിനു മുമ്പുണ്ടല്ല ബൈറൂത്ത് തുറമുഖത്ത് നടന്നിട്ടുണ്ടായിട്ടുള്ള വലിയ സ്ഫോടനമുണ്ട്. അതെല്ലാം കൂടെ ആ രാജ്യം പരവശയായി നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഇസ്രായേലിന് വേണമെങ്കിൽ കയറി എങ്ങനെയും നിരങ്ങാവുന്ന രാജ്യമാണ്. പക്ഷെ അങ്ങനെ ഒരു രാജ്യത്ത് നിങ്ങൾ ഈ പറയുന്ന ഏർപ്പാട് അവസാനിപ്പിക്കണം, യുദ്ധം നിർത്തണം എന്ന ഇറാനിയൻ ഡിമാൻഡ് അവർക്ക് അംഗീകരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ മൊത്തത്തിൽ ഈ ഏർപ്പാട് നിർത്തി പോകാം, പരിപാടി എങ്ങനെ പാക്കപ്പ് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ലോകത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ്, മലയാളികളെ സംബന്ധിച്ചിടത്തോളം സവിശേഷമായി ആശ്വാസകരമാണ്. മിഡിൽ ഈസ്റ്റ് സമാധാനത്തിലേക്കാണ് പോകുന്നത് എന്നൊരു ആഗ്രഹ ചിന്ത പങ്കുവെക്കാവുന്നൊരു സന്ദർഭമാണിത്.